നമസ്കാരം. വാർത്താ നഗരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെമ്മാപ്പള്ളിയിൽ ഓട്ടോറിക്ഷ തകർത്ത സംഭവത്തിൽ ജനകീയ പ്രതിഷേധം നടത്തി. ചക്കരപ്പാടം മുഴുവഞ്ചേരി നടപ്പാലം അപകട അവസ്ഥയിലായിട്ട് വർഷങ്ങൾ കഴിയുന്നു. പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൊണ്ടയിൽ പാൽ കുടുങ്ങി കുഞ്ഞിന് ദാരുണാണ്. എടത്തുരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനക്കളരി ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചെമ്മാപ്പള്ളിയിൽ ഓട്ടോറിക്ഷ തകർത്ത സംഭവത്തിൽ ജനകീയ പ്രതിഷേധം നടത്തി. ചെമ്മാപ്പള്ളി എലുവത്തിങ്കൽ മേച്ചയുടെ വസതിയിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ നശിപ്പിച്ചതിൽ ജനകീയ പ്രതിഷേധം പെടയനാട് സെന്ററിൽ നടത്തി. ഒക്ടോബർ മാസത്തിൽ വസതിയിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ കത്തിച്ചിരുന്നു. ഇതിന് കാരണക്കാരായ പ്രതികളെ ഇതുവരെ പോലീസിന് കണ്ടെത്താനായില്ല. വീണ്ടും ഉണ്ടായ ആക്രമണം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പരിഭ്രാന്തി പരത്തുന്നുണ്ട്. പോലീസ് ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് ജനകീയ സമരസമിതി ആവശ്യപ്പെട്ടു. വാർഡ് മെമ്പർ സന്തോഷ് VK ജനകീയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. രവീന്ദ്രൻ MV, രഘുനാഥ് KA, ആൻഡു EC, ഷാഫി കല്ലുങ്കടവ്, ഹബീബുള്ള എന്നിവർ പ്രസംഗിച്ചു. ചെമ്മാപ്പള്ളി ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാണ് മേജു വണ്ടി ഓടിക്കുന്നത്. ചക്കരപ്പാടം മുഴുവഞ്ചേരി നടപ്പാലം അപകട അവസ്ഥയിലായിട്ട് വർഷങ്ങൾ കഴിയുന്നു. പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പെരിഞ്ഞനം പടിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന 25 വർഷത്തെ കാലാവധിയിൽ നിർമ്മിച്ച ഈ പാലം ഇപ്പോൾ തന്നെ 50 വർഷത്തിലധികമായിട്ടുണ്ട്. പഴക്കം ചെന്ന പാലം പുതുക്കി പണിയാൻ വർഷങ്ങൾക്ക് മുൻപ് ജനപ്രതിനിധികൾ സന്ദർശിച്ച് തീരുമാനം ഉണ്ടായെങ്കിലും തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മതിലകം കുറ്റിലക്കടവ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് മറുകരയിലുള്ളവർക്ക് എളുപ്പത്തിൽ എത്താൻ ലക്ഷ്യമിട്ടാണ് മഴുവഞ്ചേരി നടപ്പാലം നിർമ്മിച്ചത്. പാലത്തിന്റെ തൂണുകൾ പലതിനും ബലക്ഷയം വന്ന നിലയിലാണ്. സ്കൂൾ സമയത്ത് നിരവധി കുട്ടികളാണ് ഈ നടപ്പാലം വഴി സഞ്ചരിക്കാറുള്ളത്. പേടിയാണ്, കാരണം കാലിങ്ങനെ പാലത്തിൻ്റെ കാലൊക്കെ ദ്രവിച്ച് നിൽക്കണം, വളരെ ബുദ്ധിമുട്ട്. ഒരുപാട് വീട്ടുകാരുണ്ട് അവിടെ. എല്ലാവരും ആ വഴി അവിടുന്ന് വഴിയുണ്ട്, പക്ഷേ ഇതിൽ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. നല്ല സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോവില്ല, നമുക്കത് ഭയങ്കര നഷ്ടമല്ല. ഈ എൽപ്പ് വഴി ഉള്ളതുകൊണ്ടാണ് അവിടെ പോകണത്, അല്ലെങ്കിൽ പിന്നെ പോകാൻ പറ്റില്ല. കൊല്ലങ്ങൾക്ക് 30. അപ്പോൾ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10-30 വർഷമൊക്കെ കഴിഞ്ഞ് പാലത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് പണിതിട്ട് കാലാവധി കഴിഞ്ഞിട്ട് 10-30 വർഷം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇപ്പോൾ സൈഡിൽ കമ്പി നോക്കിയാൽ അറിയാം എപ്പോൾ വേണമെങ്കിലും വീഴാനുള്ള അവസ്ഥയാണ്. പിന്നെ അവിടെ മുഴുവഞ്ചേരി തുരുത്തിൽ ഒരു 10-20 പിള്ളേർ, പഠിക്കുന്ന പിള്ളേർ ഓത്തുള്ളിലും പോണതും മദ്രസയിൽ പോണതും ഒക്കെ ഈ വഴിക്ക് തന്നെയാണ്. അവിടെ ആശ്രയിച്ച് വരുന്ന ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടേക്കാണ് വരല്. ജോലിക്ക് പോണത്, പിന്നെ കമ്പനി പോണത്, ഉറവ് കടയിൽ പോണത്, ചന്താസി പോണ പെണ്ണുങ്ങൾ ഒക്കെ ഈ പാലത്തിലേക്ക് ആശ്രയിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ ഓരോരുത്തർ കാണാൻ വരുമ്പോൾ കയറി നിൽക്കില്ല, മക്കളെ കയറി നിൽക്കില്ല, എപ്പോഴും വീഴുന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അവസ്ഥയിൽ നിൽക്കണം. ഇപ്പോഴും പടിയൊക്കെ നോക്കിയാൽ അറിയാം കമ്പി ഒക്കെ ദ്രവിച്ച് നിൽക്കണത്. ഇപ്പോൾ ഇവിടെ നിന്ന് ചെരിഞ്ഞ് നോക്കിയാൽ കാണാൻ പറ്റും. അപകടാവസ്ഥ എപ്പോഴാണ് ഇത് പറയാൻ പറ്റില്ലേ. കയ്പമംഗലം, ഇരിഞ്ഞാലക്കുട എന്നീ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് പാലത്തിന്റെ ഇരുകരകളും. നിലവിൽ വിവിധ സ്ഥാപനങ്ങളിലേക്ക് പാലം കടന്നു പോകുന്നവർ ഏറെ ഭയന്നാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. നടപ്പാലത്തിന്റെ അപകടാവസ്ഥ കാരണം പലരും ഈ മാർഗം ഉപയോഗിക്കാതെ ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നത്. പെരിഞ്ഞനം പടിയൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചു പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് ഒരുപാട് പഴക്കമുണ്ട്. പ്രദേശവാസി ശശിധരൻ മുൻ മന്ത്രി R ബിന്ദുവിനും മുൻ MLA ET ടൈസൺ മാസ്റ്റർക്കും പാലം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു. മുൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് R ബിന്ദു നിവേദനം കൈമാറുകയും ചെയ്തതായി ശശിധരൻ അറിയിപ്പ് ലഭിച്ചിരുന്നു. 25 കൊല്ലത്തെ കപ്പാസിറ്റി ഉള്ള പാലം അതിപ്പോൾ 50 വർഷത്തെ അധികമായി. അപ്പോൾ ഇതിൽ
ഈ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ ഫയലുകൾ നീക്കം ചെയ്യുന്ന കാര്യത്തിലും ഫണ്ട് അനുവദിച്ച് കിട്ടേണ്ട കാര്യത്തിലും അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് നിരന്തരമായിട്ട് ഞാൻ ഈ ഓരോ പരാതികളും അപേക്ഷകളും അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ഉമ്മൻചാണ്ടി സർക്കാരുള്ള സമയത്ത് അദ്ദേഹത്തിന് തൃശ്ശൂർ വെച്ചിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ഒരു അദാലത്തിൻ്റെ ഇതുണ്ടായിരുന്നു. അതിൽ ഞാൻ പരാതി കൊടുത്ത് മറുപടി കിട്ടി. ഈ രൂപ അനുവദിക്കപ്പെട്ട് കഴിഞ്ഞാലാണ് നമുക്കിവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുള്ളൂ. അതിനുള്ള നടപടികൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പാലം നിർമ്മാണം സംബന്ധിച്ച് ഫണ്ടുകൾ ബന്ധപ്പെട്ട വകുപ്പ് ലഭ്യമാക്കി തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യം ഇവിടെ ശക്തമാവുകയാണ്. തൊണ്ടയിൽ പാൽ കുടുങ്ങി കുഞ്ഞിന് ദാരുണാന്ത്യം. ചൂണ്ടൽ വെള്ളത്തേരി വീട്ടിൽ സുജിത്ത് സന്ധ്യ ദമ്പതികളുടെ ആൺകുഞ്ഞാണ് മരിച്ചത്. സംഭവം നാട്ടുകാരിലും ബന്ധുക്കളിലും ദുഃഖം നിറച്ചു. എടത്തുരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനക്കളരി ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർപേഴ്സൺ നീതു സുജേഷ് അധ്യക്ഷത വഹിച്ചു. നാടക പ്രവർത്തകൻ സുധീഷ് അമ്മവീട് ക്ലാസ് നയിച്ചു. വായനശാല സെക്രട്ടറി PA ജോഷി, എടത്തുരുത്തി ഗ്രന്ഥശാല സംഘം നേതൃസമിതി കൺവീനർ PA ഷമീർ, വായനശാല പ്രസിഡന്റ് PC ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ അമ്മ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അല്ലേ, മാമൻ്റെ വീട്, അപ്പൂപ്പൻ്റെ വീട്, വെല്ലിച്ചൻ്റെ വീട്, അങ്ങനെ പല ബന്ധുക്കളുടെയൊക്കെ വീടുണ്ടാവും നമുക്ക്. ആ വീട്ടിൽ നമ്മളിങ്ങനെ പോകും. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച അവിടെ താമസിക്കും. അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ എന്താണ്, അവിടെ നമുക്ക് വലിയൊരു സൗഹൃദം പറയുന്നുണ്ടാവും. അവിടെ കുറേ കൂട്ടുകാർ അന്ന് കിട്ടും. ആ കൂട്ടുകാർ അവിടെ വളരും, പിന്നീട് നമ്മൾ ഇവിടെയും വളരും. അങ്ങനെ വളരുമ്പോഴും ആ ബന്ധം അങ്ങനെ ദൃഢപ്പെട്ടു പോകും. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അക്കാലത്ത് സ്കൂൾ പഠനം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികളും ഒക്കെ തന്നെ പഠിക്കുന്നത് എവിടെയായിരിക്കും? സ്കൂളിലായിരിക്കും. പാചകവാതക വിലവർദ്ധനവിനും ക്ഷാമത്തിനുമെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് പ്രതിഷേധ യോഗവും പ്രകടനവും സംഘടിപ്പിച്ചു. 3 പീടിക യൂണിറ്റ് വൈസ് പ്രസിഡന്റ് MS സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR സത്യൻ, യൂത്ത് വിംഗ് സെക്രട്ടറി അബ്ദുൾ സമദ്, വനിതാ വിംഗ് പ്രസിഡന്റ് KB ബീന, യൂണിറ്റ് ട്രഷറർ കമറുൽ ഹക്ക് എന്നിവർ സംസാരിച്ചു. MKM ഇക്ബാൽ, അൻവർ, ഹാഷിം, മെഹബൂബ്, ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രായമുള്ളവരായാലും ഒരു ചായ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്നൊരു ഹോട്ടൽ തുറന്നിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാണിജ്യ സിലിണ്ടറിന്റെ വില കൂടിയതാണ്. അതായത് ഒരു ഒടുക്കത്തെ വിലയാണ് കൂടിയേക്കുന്നത്. നിസ്സാര വിലയല്ല. 3000 രൂപയാണ്. 1000 എത്രയായിരുന്നു? 1500 ആയിരുന്നു. വെറും 3000 രൂപയിലേക്കാണ് പോയേക്കുന്നത്. അപ്പൊ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപാരം നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പോയിരിക്കുന്നത്. അപ്പൊ കട അടച്ചിട്ടല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. സത്യത്തില് കഴിഞ്ഞ 6-ാം തീയതി ഹോട്ടലും ബേക്കറിയും അടച്ചിട്ട് നമ്മള് പ്രതിഷേധം നടത്തിയിരുന്നു. പെരിഞ്ഞനം കാക്കാതുരുത്തി പള്ളിവളവിൽ പ്രവർത്തിക്കുന്ന മതിലകം ബ്ലോക്ക് പ്രവാസി ക്ഷേമ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു സോഫ്റ്റ്വെയർ സ്വിച്ച് ഓൺ നിർവഹിക്കും. കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി പ്രവാസി ട്രോഫീസ് എന്ന സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി MK ശശിധരൻ ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം നടത്തും. ജനപ്രതിനിധികൾ, വിവിധ സഹകരണ സംഘം പ്രസിഡന്റുമാർ, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രവാസി ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് KC ഗിരീഷ്, വൈസ് പ്രസിഡന്റ് TS ശ്രീരാജ്, ഭരണസമിതി അംഗം ബാബു പോളശ്ശേരി, പ്രവാസി സംഘം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൽ ഖാദർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ VD സതീശനെ പിന്തുണ പ്രഖ്യാപിച്ച് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. ജനഹിതം അട്ടിമറിക്കരുത്, പട നയിച്ചവൻ നാടുഭരിക്കട്ടെ എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളുമായാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ കോൺഗ്രസ് കൂട്ടായ്മയുടെ പേരിലാണ് നഗരത്തിൽ പലയിടങ്ങളിലായി ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. VD സതീശന് അഭിവാദ്യം അർപ്പിച്ച് കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിൽ പ്രകടനം നടന്നിരുന്നു. കൊരട്ടി ദേശീയപാതയിൽ ട്രെയിലർ ഇടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ചാലക്കുടി പോട്ട സ്വദേശി നെടുമ്പാക്കാരൻ വീട്ടിൽ പൊറിഞ്ചുവിന്റെ മകൻ 48 വയസ്സുള്ള ലിജുവാണ് മരിച്ചത്. ഫ്രൂട്ട് ഷോപ്പുകൾ നടത്തുന്ന ലിജു അന്നമ്മനടയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം. എറണാകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന ട്രെയിലർ ലിജു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രമുറ്റത്ത് പരസ്യ മദ്യപാനം, 4 പ്രതികൾ അറസ്റ്റിൽ. പടിയൂർ സ്വദേശികളായ തയ്യേരി വീട്ടിൽ പ്രതീഷ്,
ചൂലംപറമ്പിൽ വീട്ടിൽ അനൂപ്, തയ്യേരി വീട്ടിൽ ലാലുമോഹൻ, തയ്യേരി വീട്ടിൽ അരുൺ എന്നിവരെയാണ് പിടികൂടിയത്. കഴിഞ്ഞ മെയ് 6 രാത്രി 11 മണിയോടെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലായിരുന്നു സംഭവം. ഭക്തജനങ്ങൾക്കിടയിൽ വെച്ച് പരസ്യമായി മദ്യക്കുപ്പി കൈമാറി മദ്യപിച്ച പ്രതികൾ ഇത് ചോദ്യം ചെയ്ത പരാതിക്കാരിക്ക് നേരെ മദ്യക്കുപ്പി നീട്ടി സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തു. കലാപം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കൽ, പൊതുസ്ഥലത്ത് മദ്യപിക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ കുറ്റവകുപ്പുകൾ ചേർത്താണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രതികൾ മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലൊടുവിലാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. അറസ്റ്റിലായ അനൂപ് മുൻപ് മതിലകം സ്റ്റേഷൻ പരിധിയിൽ അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി കൂടിയാണ്. ഇരിങ്ങാലക്കുട SHO ദിലീഷ് T, SI അഭിലാഷ് T എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ചാവക്കാട് തിരുവത്ര പുത്തൻകടപ്പുറത്ത് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വീടിന് കേടുപാട് സംഭവിച്ചു. ചീനച്ചുവടിൽ താമസിക്കുന്ന തണ്ണിപ്പുറക്കിൽ അബൂബക്കറിന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ കൂറ്റൻ പൂമരം വീണത്. വെള്ളിയാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരം കടപുഴകി വീണത്. വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. കനത്ത മഴയെ തുടർന്ന് കുന്നംകുളം ചെറുവത്താനിയിൽ വൻ നാശനഷ്ടം. ചെറുവത്താനി മനപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങ് സമീപത്തെ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് മറിഞ്ഞു വീണു. 6 വൈദ്യുതി തൂണുകൾ നിലംപൊത്തി. അപകട സമയത്ത് റോഡിലൂടെ പോയിരുന്ന 3 ബൈക്കുകൾക്ക് മുകളിലേക്കാണ് തെങ്ങും വൈദ്യുതി തൂണുകളും വീണത്. എന്നാൽ ബൈക്ക് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞ് കുന്നംകുളത്തു നിന്നും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെങ്ങ് മുറിച്ചു മാറ്റി. ഗുരുവായൂർ കണ്ടാണിശ്ശേരിയിൽ നിന്ന് 10 പവൻ സ്വർണം കവർന്നു. ഡോക്ടർ അബൂബക്കർ മുഹമ്മദ് റാഫിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ മുകൾ നിലയിലെ വാതിൽ വഴിയാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പന്നിത്തടത്തെ ലോറി മറിഞ്ഞ് അപകടം. പെരുമ്പാവൂരിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് പഴയ ഇരുമ്പ് കമ്പുകൾ കയറ്റി വന്നിരുന്ന ലോറിയാണ് പന്നിത്തടം സിഗ്നലിന് സമീപം മറിഞ്ഞത്. പുലർച്ചെയായിരുന്നു അപകടം. റോഡിലെ വളവിൽ നിയന്ത്രണം വിട്ട് സമീപത്തെ കെട്ടിടത്തിൽ ഇടിച്ചു മറിയുകയായിരുന്നു. കെട്ടിടത്തിന്റെ മുൻഭാഗം തകർന്നു. ലോറി ഡ്രൈവർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. തൃക്കൂർ നെല്ലിച്ചോട് യുവാവിന്റെ തലയിൽ ചുറ്റിക കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ മരത്താക്കര സ്വദേശി വീനസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹെൽമറ്റ് ധരിച്ചെത്തിയ ആളാണ് ആക്രമണം നടത്തിയത്. പ്രതിക്കായി പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കണിമംഗലത്തെ പാഴ്സൽ ലോറി നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞു. തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയിൽ കണിമംഗലം ദാസ് റീജൻസിക്ക് സമീപമായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. റോഡരികിലെ സംരക്ഷണ കവചം ഇടിച്ചാണ് 10 അടിയിലേറെ താഴ്ചയിലേക്ക് വാഹനം മറിഞ്ഞത്. അപകടത്തിൽ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുത്തൂർ തോണിപ്പാറയിൽ കാട്ടുപന്നി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു. പുത്തൂർ സ്വദേശി മുണ്ടാൻ ഡേവിസിന്റെ ഭാര്യ റീനക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ ക്യാന്റീൻ ജീവനക്കാരിയാണ്. ജോലിക്ക് സ്കൂട്ടറിൽ വരുന്നതിനിടെയാണ് സംഭവം. മുഖത്ത് പരിക്കേറ്റ റീന ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അകമലയിൽ ബേക്കറി കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. പാലക്കാട് ആലത്തൂർ സ്വദേശി പുത്തനൂർ വീരാൻകോട്ട് വീട്ടിൽ രാജീവാണ് പിടിയിലായത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് അകമലയിൽ മോഷണം നടന്നത്. കമ്പിപ്പാര ഉപയോഗിച്ച് കടയുടെ പിൻവാതിൽ കുത്തി തുറന്നാണ് പ്രതി അകത്തു കയറിയത്. രാവിലെ കട തുറക്കാനെത്തിയ ഉടമയാണ് മോഷണവിവരം വടക്കാഞ്ചേരി പോലീസിനെ അറിയിച്ചത്. തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. വടക്കാഞ്ചേരി SI നിതിൻ, CPOമാരായ സഗു, പൗലോസ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ വലയിലാക്കിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെമ്മാപ്പള്ളിയിൽ ഓട്ടോറിക്ഷ തകർത്ത സംഭവത്തിൽ ജനകീയ പ്രതിഷേധം നടത്തി. ചക്കരപ്പാടം മുഴുവഞ്ചേരി നടപ്പാലം അപകട അവസ്ഥയിലായിട്ട് വർഷങ്ങൾ കഴിയുന്നു. പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൊണ്ടയിൽ പാൽ കുടുങ്ങി കുഞ്ഞിന് ദാരുണാന്ത്യം.
എടത്തുരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനക്കളരി ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.